ഹലോ ഫ്രണ്ട്സ്, ആൽജിമെട്രിക് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റിയൽ ലൈഫ് പ്രോബ്ലംസ് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന വേർഡ് പ്രോബ്ലംസ്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഈ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഈ പ്രാവശ്യത്തെ എക്സാമിന് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ റിവിഷൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് 1 + 4 + 7 + 10 + etc. + x ഈസ് ഈക്വൽ ടു 287, ഫൈൻഡ് എക്സ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഒരു സീരീസ് ആണ്. അതായത് 1 + 4 + 7 + 10 + etc. + x. ഇതിൻ്റെ എല്ലാം സം ആണ് 287. അതായത് ഇതൊരു സം ഓഫ് എ പി ആണ്. അതാണ് 1 + 4 + 7 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സം ഓഫ് ദിസ് എ പി ഈസ് 287. അങ്ങനെയാണെങ്കിൽ ഈ എ പിയുടെ ലാസ്റ്റ് ടേം എക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. അപ്പോൾ ആ ലാസ്റ്റ് ടേം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ എസ് എൻ എന്ന് പറയുന്നത് 287 തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 1 ആണ്. ഡി എന്ന് പറയുന്നത് 4 - 1 3 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, എ അറിയാം, ലാസ്റ്റ് ടേം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് n/2 × 2a + n - 1 × d = 287. കാരണം n/2 × a + l എന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ ലാസ്റ്റ് ടേം ഏതാണെന്ന് അറിയണം. പക്ഷെ നമുക്കവിടെ ലാസ്റ്റ് ടേം അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യും. അപ്പോൾ n/2 × 2 × a എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 × 1 1 + n - 1 × d എന്ന് പറയുന്നത് 3 = 287. ഇനി നമ്മൾ n-നെ ഇവിടെ നിർത്തിയിട്ട് 2-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ n × 2 + ഈ 3-യെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 × n 3n 3 × -3 -3 = 2-നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും 574 എന്ന് കിട്ടും. ഇനി ഈ ബ്രാക്കറ്റിനുള്ളിൽ n 2 - 3 -1, അപ്പോൾ 3n - 1 = 574 എന്ന് കിട്ടും. ഇനി ഈ n-നെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ n × 3n 3n² -n, ഈ 574 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. -174 = 0. ഇനി നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് നമുക്ക് ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 574 × 3. ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് -1722 സം -1 കിട്ടണം. അപ്പോൾ പ്രോഡക്റ്റ് -1722 എന്ന് വെച്ചാൽ ഒരു നമ്പർ പോസിറ്റീവും മറ്റേ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. രണ്ടും ഡിഫറെൻറ്റ് സൈൻ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാവും? ഈ നടുക്കുള്ളത്, അതായത് നമ്മൾ സം എന്ന് എഴുതിയിരിക്കുന്ന ഈ -1 എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ പ്രോഡക്റ്റ് 1722-ഉം ഡിഫറൻസ് 1-ഉമായിട്ടുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കണം. ഇനി അതിൽ വലിയ നമ്പറിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം സമ്മിന് ഇവിടെ നമുക്ക് നെഗറ്റീവ് സൈനാണ് കിട്ടിയിരിക്കുന്നത്. ഡിഫറൻസിന്. അപ്പോൾ രണ്ട് നമ്പേഴ്സ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1722-ഉം ഡിഫറൻസ് എന്ന് പറയുന്നത് 1-ഉം ആയിരിക്കും. ഇനി ആ രണ്ട് നമ്പേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് 1722-ഉം ഡിഫറൻസ് 1-ഉമായിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 41-ഉം 42-ഉമാണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പറിനായിരിക്കും മൈനസ് സൈൻ വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 3n² -42n + 41n -574 = 0. വേണമെങ്കിൽ ഈ ഫാക്ടറൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ഫോർമുല മെത്തേഡും യൂസ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോർമുലയെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് വെച്ചിട്ടും കിട്ടും. നമുക്കിവിടെ നിന്ന് ഗ്രൂപ്പിംഗ് ചെയ്യാം.
അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ 3n കോമൺ ആയിട്ട് വെളിയിലെടുത്തു. അപ്പോൾ ഉള്ളിൽ നമുക്ക് n-14 കിട്ടും. അതുപോലെ ഇവിടെ നിന്ന് ഞാൻ 41 വെളിയിലെടുക്കുമ്പോഴും ഉള്ളിൽ നമുക്ക് n-14 ആണ് കിട്ടുന്നത്. -14 ഇവിടെ കോമൺ ആയിട്ടുണ്ട്. n-14 ഇവിടും കോമൺ ആയിട്ടുണ്ട്. നമ്മളത് കോമൺ ആയിട്ട് എഴുതി. പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ ഇവിടെ 3n ബാക്കി വരും, ഇവിടെ +41 ബാക്കി വരും, =0. ഇനി ഫസ്റ്റ് n-14 നമുക്ക് n14 നിന്നും കിട്ടും. സെക്കൻഡ് ബ്രാക്കറ്റിൽ നിന്നും =0 എടുത്താൽ n -41/3 എന്നും കിട്ടും. അപ്പം നമുക്കറിയാം n ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ഫോമിലായിരിക്കില്ല കിട്ടുന്നത്, പിന്നെ നെഗറ്റീവ് നമ്പറും ആയിരിക്കില്ല എന്നിൻ്റെ വാല്യൂ. അതുകൊണ്ട് നമ്മൾ എന്നിൻ്റെ വാല്യൂ എന്തെടുക്കും? 14 എന്നുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 14 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ ഉള്ള ആ ഫോർമുലയിൽ, അതായത് n/2 a + l = 287 അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇപ്പോൾ 14 ആയതുകൊണ്ട് 14/2, a എന്ന് പറയുന്നത് 1 ആണ്, 1 + l = 287, ഇത് 7 ആണ്. അപ്പോൾ l + 1 = 287/7, അത് 41 ആണ്. അപ്പോൾ l = 41 - 1 = 40. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 40 ആയിരിക്കും. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് therefore x = 40. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ AP is 49 and that of first 17 terms is 289, find the sum of its first n terms. അപ്പോൾ ഇവിടെ സം ഓഫ് 7 terms, S7 തന്നിട്ടുണ്ട് 49, ഫസ്റ്റ് 17 ടേംസ്, അത് S17 തന്നിട്ടുണ്ട് 289. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ S7ൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 7/2 2a + n-1, n എന്ന് വെച്ചാൽ 7 ആയിരുന്നു. അപ്പോൾ 7 - 1 6d = 49. അതുപോലെ 17/2 2a + 16d = 289. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഈ 2-നെയും 7/2 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അവിടെ അത് 2 + 6d = 49 × 2/7 വരും. അപ്പോൾ 7 × 2 14. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ 2a + 16d = 289 × 2/17 എന്ന് കിട്ടും. അപ്പോൾ 17 × ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 17 × 2 34. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ 2a + 6d = 14 ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. 2a + 16d = 34, ഇത് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുമ്പോൾ 2a - 2a 0 ആയി പോവും. 16d - 6d 10d = 34 - 14 20 എന്ന് കിട്ടും. അപ്പോൾ d = 20/10 = 2. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി ഈ ഡിയുടെ വാല്യൂ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂവും കിട്ടും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 2a + 6 × 2 12 = 14. So 2a = 14 - 12 = 2. a = 2/2 = 1. അപ്പോൾ a നമുക്ക് 1 എന്നും കിട്ടി, d നമുക്ക് 2 എന്നും കിട്ടി. ഇനി നമുക്ക് സം ഓഫ് n ടേംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ n/2 × 2a + n-1 × d. n നമുക്ക് അറിയത്തില്ല എത്രയാണെന്ന്. അപ്പോൾ n/2 a എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 2 × 1 2 + n-1 × d എന്ന് പറയുന്നത് 2 ആണ്. n/2 2 + 2 നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 × n 2n
2 ഇൻറ്റു -1 -2. 2 - 2 0 ആയി പോകും. അപ്പോൾ n ഇൻറ്റു 2n/2 എന്ന് കിട്ടും. 2 ക്യാൻസൽ n സ്ക്വയർ. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അത് നമുക്കിവിടെ ചെക്ക് ചെയ്യുമ്പോഴും മനസ്സിലാവും. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എന്ന് വെച്ചാൽ 7 സ്ക്വയർ 49. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് എന്ന് വെച്ചാൽ 17 സ്ക്വയർ 289. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ലൈ ബിറ്റ്വീൻ 10 ആൻഡ് 250. അപ്പോൾ 10ൻ്റെയും 250ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 10ൻ്റെയും 240യുടെയും ഇടയിൽ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്, 4ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെയാണ് ഇതും. 10 ഉണ്ട്, 240 ഉണ്ട്. അപ്പോൾ 10 ഉണ്ട്, 250 ഉണ്ട്. അപ്പോൾ 10ൻ്റെയും 250യുടെയും ഇടയിൽ എത്ര 4ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ 250ക്ക് തൊട്ട് മുമ്പുള്ള 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 248 ആണ്. അപ്പോൾ ഈ ഒരു AP-യിൽ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 ആയിരിക്കും, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 248 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ടേംസ് എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യണം. d എന്ന് പറയുന്നത് 4 തന്നെയാണ്. ഇനി n കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് ടേമിനെ നമുക്ക് an ആയിട്ട് എടുക്കാം. അപ്പോൾ a പ്ലസ് n - 1 ഇൻറ്റു d ഈക്വൽ ടു 248. a എന്ന് പറയുന്നത് 12 പ്ലസ് n - 1 ഇൻറ്റു d എന്ന് പറയുന്നത് 4, 248. ഇനി n - 1 ഇൻറ്റു 4 ഈക്വൽ, അപ്പോൾ 248 - 12 നമുക്ക് 236 എന്ന് കിട്ടും. ഇനി n - 1 ഈക്വൽ ടു 236/4 59. അപ്പോൾ അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ എന്തായാലും കിട്ടുന്നത് 59 + 1 = 60. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 60 ആണ്. 10ൻ്റെയും 250യുടെയും ഇടയിൽ 60 മൾട്ടിപ്പിൾസ് ഉണ്ട് 4ൻ്റേതായിട്ട്. ഇനി നമുക്ക് n/2 a + l ഫോർമുല യൂസ് ചെയ്തിട്ട് സം ഓഫ് മൾട്ടിപ്പിൾസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ n/2 എന്ന് പറയുന്നത് 60/2, a എന്ന് പറയുന്നത് 12 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 248. ഇപ്പോൾ 60/2 എന്ന് പറയുന്നത് 30 ആണ്. 30 ഇൻറ്റു 12 പ്ലസ് 248 എന്ന് പറയുന്നത് 260. ഇപ്പോൾ 260 ഇൻറ്റു 3 എന്ന് പറയുന്നത് ഇപ്പോൾ 7800 ആണ് 10ൻ്റെയും 250യുടെയും ഇടയിലുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 4ൻ്റെ സം എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് an = 3 - 4n ഷോ ദാറ്റ് a1, a2, a3 ഫോം ആൻ AP. ഫൈൻഡ് സം ഓഫ് 20 ടേംസ് S20. അപ്പോൾ an എന്ന് പറയുന്നത് നമുക്ക് 3 - 4n തന്നിട്ടുണ്ട്. അപ്പോൾ a1 എങ്ങനെ കിട്ടും? എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പോൾ 3 - 4 × 1, 3 - 4 - 1. a2 എന്ന് പറയുന്നത് 3 - 4 × 2, 4 × 2 8, 3 - 8 - 5. a3 ഈക്വൽ ടു 3 - 4 × 3, 4 × 3 12, 3 - 12 - 9. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് -1, -5, -9 എക്സെട്ര ആണ് കിട്ടിയത്. ഇത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇത് AP ആണോ അല്ലയോ എന്ന്. ഇപ്പോൾ AP ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് A1 ആണ്, ഇത് A2 ആണ്, ഇത് A3 ആണ്. A2 - A1 എന്താ? -5 -1 -4 എന്ന് കിട്ടും. ഇനി A3 - A2 എന്താ? -9 -5 അത് -4 എന്ന് കിട്ടും. അപ്പോൾ A3 - A2 ഈക്വൽ ടു A2 - A1 ആണ്. അപ്പോൾ സിൻസ് A3 - A2 ഈക്വൽ ടു A2 - A1, A1, A2, A3 എക്സെട്ര ഫോം ആൻഡ് AP. അപ്പോൾ നമ്മൾ എപ്പോഴും AP ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ടേംസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് സെയിം ആണോ അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു എ പി ആണെന്ന് കിട്ടി. ഇനി സം ഓഫ് 20 ടേംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ n/2 ഇൻറ്റു എ പ്ലസ് എൽ. ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. 2a + n-1 ഇൻറ്റു ഡി അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ എ പ്ലസ് എൽ എന്നുള്ള ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ n/2 എ എന്ന് പറയുന്നത് നമുക്ക് -1 എന്നാണ് കിട്ടിയത്. -1 പ്ലസ് ലാസ്റ്റ് ടേം, അതായത് 20th ടേം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ എന്നിൻ്റെ സ്ഥലത്ത് 20 കൊടുത്താൽ മതി. അപ്പോൾ 3 - 4 ഇൻറ്റു 20, അതായത് -77. അപ്പോൾ -77. n/2 20/2 ആയിരുന്നു. 20/2 -1 പ്ലസ് -77 -78. 22 ക്യാൻസൽ 10, അപ്പോൾ -780. അപ്പോൾ ഇതാണ് ഈ തന്നിരിക്കുന്ന എ പിയുടെ സം എന്ന് പറയുന്നത്, -780. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് pth, qth and rth terms of an AP are a, b and c respectively, show that a into q minus r plus b into r minus p plus c into p minus q is equal to 0. അപ്പോൾ ആദ്യം pth ടേംസ് എന്ന് വെച്ചാൽ, അതായത് a പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് a ആണ്. ഇനി qth ടേം a പ്ലസ് q മൈനസ് 1 ഇൻറ്റു ഡി, അത് b ആണ്. ഇനി rth ടേം a പ്ലസ് r മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു c ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് a ഇൻറ്റു q മൈനസ് r പ്ലസ് b ഇൻറ്റു r മൈനസ് p പ്ലസ് c ഇൻറ്റു p മൈനസ് q ഈക്വൽ ടു 0 ആണോ അല്ലയോ. ഇനി നമുക്ക് ഈ എയുടെയും ബിയുടെയും സിയുടെ വാല്യൂ ഈ LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എക്ക് പകരം a പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി, പിന്നെ ഈ q മൈനസ് r പ്ലസ് ബിക്ക് പകരം a പ്ലസ് q മൈനസ് 1 ഇൻറ്റു ഡി r മൈനസ് p പ്ലസ് സിക്ക് പകരം a പ്ലസ് r മൈനസ് 1 ഇൻറ്റു ഡി p മൈനസ് q. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ഓരോ ടേമിനെയും ഈ ബ്രാക്കറ്റിലുള്ള ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. a ഇൻറ്റു q, a q, a ഇൻറ്റു മൈനസ് r മൈനസ് r, ഇനി q ഇൻറ്റു പ്ലസ് q ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് r ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു ഡി. ഇനി നമുക്ക് ഈ രണ്ട് ബ്രാക്കറ്റ്സ് എടുക്കാം. അപ്പോൾ a ഇൻറ്റു r, AR, a ഇൻറ്റു മൈനസ് p പ്ലസ് q മൈനസ് 1 ഇൻറ്റു ഡി ഇൻറ്റു r, r ഇൻറ്റു q മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് p ഇൻറ്റു q minus 1 into d plus a into p, ap minus aq plus p into r minus 1 into d minus q into r minus 1 into d. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എ ക്യു പ്ലസ് എ ക്യു മൈനസ് എ ക്യു ക്യാൻസൽ, മൈനസ് എ ആർ പ്ലസ് എ ആർ ക്യാൻസൽ, മൈനസ് എ പി പ്ലസ് എ പി ക്യാൻസൽ. ഇനി ബാക്കിയുള്ള ബ്രാക്കറ്റ്സിനെല്ലാം നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ക്യു ഇൻറ്റു ഡി ഇൻറ്റു പി, പി ക്യു ഡി, ക്യു ഇൻറ്റു ഡി ഇൻറ്റു മൈനസ് 1 മൈനസ് ക്യു ഡി. ഇനി സെക്കൻഡ് ബ്രാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഡി ഇൻറ്റു ആർ ഇൻറ്റു ഡി ഇൻറ്റു പി, പി ആർ ഡി മൈനസ് ഡി ഇൻറ്റു ആർ ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1, അപ്പോൾ പ്ലസ് ആർ ഡി. ഇനി പ്ലസ്
R into D into Q. Q R D. R into D into minus 1 minus R D minus P into D into Q minus P D Q. P into D into minus 1 plus P D plus P into D into R, P D R, P into D into minus 1 minus P D, Q into D into R minus Q D R minus Q into D into minus 1 plus D Q. ഇനി നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ ക്യാൻസലായി പോകും എന്നുള്ളത്. പ്ലസ് പി ക്യു ഡി മൈനസ് പി ക്യു ഡി ക്യാൻസൽ, minus QD plus QD cancel, minus PRD plus PRD cancel, plus RD minus RD cancel, plus QRD minus QRD cancel, plus PD minus PD cancel. ലാസ്റ്റ് ക്യാൻസൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വീഡിയോസിൽ. എന്നാലും നിങ്ങളും ഇനിയും ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കി പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻസിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കും നമ്മൾ റിവൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്.